കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖേന ടി വിയിലെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാൽ പൊതിഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിൽ സംരക്ഷിക്കപ്പെട്ട് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ ഈ ദിവസങ്ങളിൽ ഒരുക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈ ആഴ്ചകളെല്ലാം നമ്മളെ ഒരുക്കുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തിന്മയുടെ സ്വാധീനങ്ങളിൽ എത്തപ്പെടാതെ ജീവിക്കണം. ഈ ലോകത്ത് നമ്മൾ എത്ര നാള് ജീവിക്കുവാൻ അനുവദിക്കപ്പെടുന്നുവോ അത്രയും നാൾ യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണം. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ലോക ജീവിതത്തിന് ശേഷവും പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. കാരണം ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിന്റെ 43-ാം അധ്യായത്തിന്റെ 1-ാം തിരുലിഖിതം മുതൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിനക്ക് രൂപം നൽകുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, നീ എന്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, നീ എന്റേതാണ്. ദൈവം നമ്മളെ സൃഷ്ടിക്കുകയും അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുകയും ചെയ്ത് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. ദൈവം സ്വന്തമാക്കിയ നമ്മൾ, ദൈവം സൃഷ്ടിച്ച നമ്മൾ, ദൈവം രൂപപ്പെടുത്തിയ നമ്മൾ ഈ ലോകത്തിലും നിത്യകാലത്തും ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കണം എന്നുള്ള അതിയായ ഒരു ദാഹമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല ഇന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുക. ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുക. ഈശോയുടെ തിരുഹൃദയം എനിക്കും നിനക്കും വേണ്ടി മുറിക്കപ്പെട്ടു, അവിടുന്ന് ഒഴുകിയ തിരുജലത്താലും തിരുരക്തത്താലും കഴുകി ഈ ലോക ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ദേവപിതാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുകയാണ്. അതിന് സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ തൻ്റെ സ്നേഹാഗ്നി ജ്വാലയാൽ നമ്മൾ ഈ ഓരോരുത്തരെയും പൊതിഞ്ഞ് ഈ ദൈവിക പദ്ധതിയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ഒരുക്കമാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ പൗരോഹിത്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നും പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണെന്നും പുരോഹിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്നും പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുകയുണ്ടായി. ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മെ വിളിക്കുന്നത്
സ്വയം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം വിശുദ്ധീകരിക്കപ്പെടണം. അനുദിന ജീവിതത്തിൽ ഓരോ ആത്മാവും ഞാൻ ഇന്ന് എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്ന് ആലോചിക്കുകയും ആത്മശോധന ചെയ്യുകയും ചെയ്ത് എൻ്റെ വിശുദ്ധീകരണം ഉറപ്പാക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഇന്ന് നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മ ഇപ്രകാരം പറയുന്നു, മക്കളെ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലിഖിതത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ വിപുലഹൃദയം പങ്കുവയ്ക്കുകയാ. എന്റെയും നിങ്ങളുടെയും വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നു, പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും നിങ്ങളെ വേട്ടയാടും. വ്യത്യസ്ത രീതിയിലുള്ള പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുവാൻ നിങ്ങൾ അനുവദിക്കപ്പെടും. ആയതിനാൽ വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ തയ്യാറായിരിക്കണം. പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കുവാൻ തയ്യാറായിരിക്കണം. പ്രഭാഷക പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ, തയ്യാറാകുന്നുണ്ടെങ്കിൽ, ദൈവിക പദ്ധതി പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തോട് ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങണമെന്ന് വിശുദ്ധ ലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും അതുതന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കളെ, നിങ്ങൾ ഭയപ്പെടരുത്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കളെ, നിങ്ങൾ നിരാശപ്പെടരുത്. പ്രലോഭനവുമായി കടന്നു വരുമ്പോൾ അവനെ അതിജീവിക്കുവാനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ള വിലയേറിയ സന്ദേശം ഇന്ന് സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ ഇന്ന് ഈ ലോകത്ത് എല്ലാവർക്കുമുണ്ട്. പ്രലോഭനമില്ലാത്ത ആരും ഇന്ന് ഈ ലോകത്തില്ല. കാരണം സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുകയാണ് എന്ന് പത്രോസ്ലീഹ തന്റെ 1-ാമത്തെ ലേഖനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവർക്കും പ്രലോഭനങ്ങളുണ്ട്. പ്രലോഭനങ്ങളിൽ വീണു പോകുമ്പോൾ മനുഷ്യൻ നിരാശപ്പെട്ടു പോകുന്നു. അതിന് ഈശോ പറയുന്നു, പ്രലോഭനങ്ങളെ നിങ്ങൾ ഭയക്കരുത്, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വിശ്വാസം ഉപേക്ഷിക്കാനുള്ള പ്രലോഭനം അനേകർക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ഉപേക്ഷിക്കുവാനുള്ള പ്രലോഭനം അനേകർക്കുണ്ട്. തെറ്റിനെ ശരിയായി കാണുവാനും തിന്മയെ നന്മയെന്ന് വിളിക്കുവാനുമുള്ള പ്രലോഭനം അനേകരിൽ കാണുന്നുണ്ട്. എല്ലാവിധ കൂട്ടുകെട്ടുകളെയും ഏറ്റെടുത്തുകൊണ്ട് എല്ലാം ഓക്കെയാണ്, എല്ലാവരും കോംപ്രമൈസോടുകൂടി ആത്മീയ ജീവിതവും ഭൗമിക ജീവിതവും മറ്റ് സുഖജീവിതവും ലോക ജീവിതവും എല്ലാം ഒരു ബാലൻസിൽ പോകണം എന്നുള്ള ചിന്ത പ്രലോഭകൻ ഇന്ന് പലർക്കും കൊടുക്കുന്നുണ്ട്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് വിശുദ്ധ ലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ലോകവും ദൈവവും സുഖവും എല്ലാം പാപത്തിന്റെ ചില മ്ലേച്ഛതകൾ പോലും ഈ ലോകത്ത് അല്പമൊക്കെ ഇല്ലെങ്കിൽ എന്താണ് ഈ ലോക ജീവിതമെന്ന് ചിന്തിച്ചുകൊണ്ട് പാപവും ദൈവവും സ്വർഗവും ഈ ലോകവും എല്ലാം ഒന്നിച്ചൊരു മിക്സ്ഡ് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രലോഭനം. എല്ലാം ഒരു ബാലൻസിൽ പോയാൽ മതി
എന്നുള്ള ഒരു ചിന്ത, ഏത് കൂട്ടുകെട്ടും ഓക്കെ എന്നുള്ള ഒരു ചിന്ത, ഇതെല്ലാം പ്രലോഭനത്തിലൂടെ സാത്താൻ നമ്മളുടെ ആത്മാക്കളെ സ്വന്തമാക്കുവാനുള്ള കെണികൾ വിരിച്ചിരിക്കുന്ന മേഖലകളാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, മക്കളെ, നിങ്ങൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് ധൈര്യപൂർവം മുന്നോട്ട് പോവുക. പ്രലോഭനങ്ങളെ ഭയപ്പെടരുത്, പ്രലോഭകനെ ഭയപ്പെടരുത്. വീണ്ടും കർത്താവ് ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഇന്ന് സംസാരിക്കുന്നത് മുഴുവനും യേശുക്രിസ്തു തന്നെയാണ്. ഈശോ ഇന്ന് പറയുന്നു, ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും എൻ്റെ കരുണ നിങ്ങളെ പൊതിയും. നിങ്ങളുടെ ബലഹീനത എനിക്കറിയാം. സാത്താൻ എത്രമാത്രം നിങ്ങളെ വീഴിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും മക്കളെ, എൻ്റെ കരുണയായിരിക്കും നിങ്ങളെ പൊതിയുന്നത്, സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുക. വിശ്വാസം എന്നുള്ളത് ഈശോയുടെ ഹൃദയത്തിലേക്കുള്ള താക്കോലാണ് എന്ന് ഈശോ തന്നെ ഇന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയുടെ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയും ഈശോയും മാറി മാറിയാണ് എലിസബത്ത് സാന്റോയ്ക്ക് നൽകിയത്. ഇന്നത്തെ സന്ദേശങ്ങൾ മുഴുവനും ഈശോ തന്നെയാണ് നൽകുന്നത്. ഈശോ പറഞ്ഞു, പ്രലോഭകനെ ഭയപ്പെടരുത്, എൻ്റെ കരുണ നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വിശ്വാസം എൻ്റെ തിരുഹൃദയത്തിലേക്ക് കടക്കുവാനുള്ള താക്കോലാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കടക്കുവാൻ ആഴമുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമുക്ക് പങ്കുവെച്ച് നൽകിയ. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം നമുക്ക് തീർച്ചയായും ലഭിക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ എന്നുള്ള ഉറപ്പാണ് സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ ഇന്ന് നമുക്ക് നൽകുക. വീണ്ടും സഹോദരങ്ങളെ, ഈശോ ഇപ്രകാരം നമ്മൾ അരുളി ചെയ്യുന്നു, നിങ്ങൾ മക്കളെ, എൻ്റെ ആത്മാക്കളെ, എനിക്ക് നിങ്ങളോടുള്ള ആ സ്നേഹവും നിങ്ങൾക്കായുള്ള എൻ്റെ ദാഹവും നിങ്ങളൊന്ന് അനുഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ഈശോ നെടുവീർപ്പിടുകയാണ്. എനിക്ക് വേണ്ടി കർത്താവ് പാടുപീഡകൾ സഹിച്ചു. എനിക്ക് വേണ്ടി അവൻ ചാട്ടവാർ അടിയേറ്റു. എനിക്ക് വേണ്ടി അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. എനിക്ക് വേണ്ടി അവൻ നിന്ദനങ്ങൾ ഏറ്റു. എനിക്ക് വേണ്ടി അവന്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് വേണ്ടി അവന്റെ ശിരസിൽ മുൾക്കിരീടം അവൻ ഏറ്റുവാങ്ങി. എനിക്ക് വേണ്ടി അവന്റെ ഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെടാൻ അനുവദിച്ചു. എനിക്ക് വേണ്ടി അവൻ കുരിശിൽ പിടഞ്ഞ് മരിച്ചു. എന്തിനു വേണ്ടി? എൻ്റെ ആത്മാവിനോടുള്ള സ്നേഹവും ദാഹവും മൂലം. അതുകൊണ്ട് ഈശോ പറയുന്നു, എനിക്ക് എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ ആത്മാക്കളെ എന്നാണ് ഈശോ വിളിക്കുന്നത്. എൻ്റെ ആത്മാക്കളെ, നിങ്ങൾക്കായുള്ള എൻ്റെ ദാഹം നിങ്ങളൊന്ന് അനുഭവിച്ചിരുന്നുവെങ്കിൽ. ഈശോ ഇത്രമാത്രം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഇത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവൻ നേടിത്തന്ന രക്ഷയും അവൻ ഏറ്റെടുത്ത സഹനങ്ങളും ഒരു വിലയുമില്ലാതെ ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് പുറമെ, പാപത്തിന്റെ സുഖങ്ങൾക്ക് പുറമെ, വേണ്ടാത്ത കൂട്ടുകെട്ടുകൾക്ക് പുറമെ സഭയും യേശുക്രിസ്തുവിനെയും വിമർശിച്ച് തള്ളിപ്പറഞ്ഞൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കർത്താവ് നെടുവീർപ്പിടുകയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, എൻ്റെ ഈ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കാതെ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആത്മാക്കൾ രക്ഷ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമാണ് ഇന്ന് സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ നമുക്ക് മുൻപിൽ വയ്ക്കുക. മക്കളെ, നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ അതോടൊപ്പം തന്നെ ഈശോ പറഞ്ഞു, പരിഹാരത്തോടൊപ്പം തന്നെ നിങ്ങൾ ത്യാഗം ചെയ്യണം. നിങ്ങളുടെ ത്യാഗം ദൈവസന്നിധിയിൽ ഒരുപാട് വിലയുള്ളതാണ്. ത്യാഗമായിരിക്കണം നിങ്ങളുടെ മുഖമുദ്ര. ഇന്ന്
ത്യാഗം ചെയ്യുവാൻ ആരും തയ്യാറാകുന്നില്ല. ഇന്ന് ത്യാഗത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് ഈശോ പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. ഇന്ന് വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സഹനങ്ങളില്ലാത്ത സുഖകരമായ ഒരു ജീവിതമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈശോ പറയുന്നു, സ്വർഗം സ്വന്തമാക്കണമെങ്കിൽ ത്യാഗം ചെയ്ത് ജീവിച്ചെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുകയാണ്, മക്കളെ, എൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കാതെ മാറി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യണം. എന്നിട്ട് പറയുന്നു, ഈ ത്യാഗം നിങ്ങൾ പിതാവായ ദൈവത്തിന് സമർപ്പിക്കണം. പിതാവായ ദൈവത്തിന് നിങ്ങൾ ചെയ്യുന്ന ത്യാഗങ്ങളും പരിത്യാഗ പ്രവൃത്തികളുമൊക്കെ സമർപ്പിച്ച് ഈശോയുടെ പീഡാസഹനത്തിന്റെ യോഗ്യതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റണം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിളി ഇന്ന് സ്നേഹാഗ്നി ജ്വാല ഒരിക്കൽ കൂടി നമുക്ക് നൽകുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ പറഞ്ഞു, നിങ്ങൾ എപ്രകാരമുള്ള ത്യാഗമാണ് ചെയ്യേണ്ടത്? നിങ്ങൾ കഠിനമായ ത്യാഗമൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ചെറുതായ ത്യാഗങ്ങൾ, നിങ്ങളുടെ മുൻപിൽ ലഘുവും ഒരർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങൾ, ഇതിനെല്ലാം ഒരു വിലയുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് TV സീരിയൽ കാണാൻ തോന്നുമ്പോൾ ഞാൻ പറയുകയാണ്, ഇല്ല അത് കാണുന്നില്ല, ഞാൻ പോയി ഒരു മറ്റെന്തെങ്കിലും ജോലി ചെയ്യുകയോ ഇല്ലെങ്കിൽ നന്മ നിറഞ്ഞവരെയും ചില ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നു. ചെറിയൊരു ത്യാഗമാണ്. എനിക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരുപക്ഷെ നല്ലൊരു മിൽക്ക് ഷെയ്ക്ക് അടിക്കാനായിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ടൊക്കെ തോന്നുമ്പോൾ ചെറിയൊരു ത്യാഗം ചെയ്ത് ഷെയ്ക്കിന് പകരം ഞാനൊരു ജ്യൂസ് കുടിക്കുമെന്ന് തീരുമാനിക്കുന്നു. കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ. ഒരുപാട് വിശുദ്ധർ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച സമയത്ത് കൊച്ചു തെരേസ്യ പുണ്യവതിയുടെ ഒരു ത്യാഗം ഞാൻ ഓർക്കുകയാണ്. കൊച്ചു തെരേസ്യ പുണ്യവതി കസേരയിൽ ഇരിക്കുമ്പോൾ ചാരി ഇരിക്കാതെ ത്യാഗം ചെയ്യുമായിരുന്ന പറയുക. എപ്രാസ്യമയും ഏറ്റെടുത്തിരുന്നു. എപ്രാസ്യമയും ഇരിക്കുമ്പോൾ ചാരിയിരുന്നുള്ള സുഖം അനുഭവിക്കാതെ നേരെ മാത്രം ഇരുന്ന്, ഇങ്ങനെ ശരീരത്തിൽ ചെറിയ വേദന ഉണ്ടാകുമ്പോൾ ആ വേദന ചാരിയിരുന്നാൽ അതിനല്പം ആശ്വാസം കിട്ടും. അങ്ങനെ ഇരിക്കാതെ ആ വേദന കാഴ്ചവെച്ച് ആത്മാക്കളെ നേടുമായിരുന്നുവെന്നാ പറയുക. ഇതുപോലെ അനുദിന ജീവിതത്തിൽ എല്ലാ ദിവസവും ചെറിയ ചെറിയ ത്യാഗങ്ങൾ പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് ഈശോയുടെ നാമത്തിൽ കാഴ്ചവെക്കുമ്പോൾ അനേക ആത്മാക്കളെ നമ്മുടെ ചെറിയ ചെറിയ ത്യാഗങ്ങളിലൂടെ ഈശോയ്ക്ക് നേടുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു ജീവിത ശൈലിയായി മാറുകയാ സഹോദരങ്ങളെ. ഇത്രയും നാളും ലോകം പറഞ്ഞതുപോലെ അല്ല ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം. ഇനി ത്യാഗത്തിന്റെ ഒരു ജീവിതം, അത് അത്യാവശ്യമാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടം ഇനി നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കണം, ത്യാഗം ചെയ്തുകൊണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈ നമുക്ക് നൽകുകയാണ്. വീണ്ടും ഈശോ ഇപ്രകാരം എന്ന, മക്കളെ, നിങ്ങൾ ത്യാഗം ചെയ്യുന്നതോടൊപ്പം തന്നെ വ്യക്തിപരമായി നിങ്ങൾ പശ്ചാത്തപിക്കണം, നിങ്ങൾ അനുതപിക്കണം. ആഴമുള്ള അനുതാപം ദൈവപിതാവിനെ അതിയായി സന്തോഷിപ്പിക്കുന്നു. എന്താണ് അനുതാപം എന്ന് പറയുന്നത്? ചില പാപത്തിന്റെ കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വെക്കുന്നതാണ് അനുതാപം. ചില തിന്മയുടെ ചില ബന്ധങ്ങൾ അത് തകർത്ത് കളയുന്നതാണ് അനുതാപം. സാത്താൻ നൽകുന്ന ചില പ്രേരണകൾ അകറ്റി നിർത്തി പാപത്തിന്റെ സുഖങ്ങൾക്ക് പുറകെ പോകില്ല എന്ന് തീരുമാനിക്കുന്നതാണ് അനുതാപം. ഈ തീരുമാനങ്ങൾക്ക് പുറകിൽ എന്താണുള്ളത്? ദൈവമേ, ഞാനിതൊക്കെ ചെയ്യുന്നപ്പോൾ അങ്ങയെ വേദനിപ്പിച്ചുവല്ലോ എന്നുള്ള ഒരു പാപബോധമുണ്ട്. എനിക്ക് വേണ്ടി ഈശോ കുരിശിൽ പിടഞ്ഞു മരിച്ച എൻ്റെ കർത്താവ് നേടുന്ന ആ രക്ഷയാണല്ലോ ഈശോയെ ഞാൻ ഈ പാപം ചെയ്തപ്പോൾ ഞാൻ തള്ളിക്കളഞ്ഞത് എന്നുള്ള ഒരു പാപബോധം. ആ പാപബോധത്തിൽ നിന്നാണ് പശ്ചാത്താപം വരുന്നത്. സഹോദരങ്ങളെ, ഞാൻ കുമ്പസാരിച്ചപ്പോൾ ദൈവം എൻ്റെ കുമ്പസാരക്കാരിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഇവൻ കൂടെ ഈ പാപങ്ങളൊക്കെ ആവർത്തിച്ച് ചെയ്യുന്നുവെന്ന്. ചെയ്യുന്ന പാപങ്ങളെല്ലാം മിക്കവാറും ഒരേ പാപങ്ങൾ തന്നെ കൂടെ ആവർത്തിച്ച് ചെയ്യുന്നു. ഒരുപക്ഷെ അത് എപ്പോഴും അവെയർ ആയിരിക്കില്ല.
കൂടെ ആവർത്തിച്ച് ഈ പാപങ്ങൾ ചെയ്യുമ്പോൾ ദൈവം വേദനിക്കുന്നു. എന്നിട്ട് കുമ്പസാരക്കാരനൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാ: പാപങ്ങൾ യഥാർത്ഥ പശ്ചാത്താപത്തോടുകൂടി ഏറ്റുപറയുന്നതിന് മുൻപ് തന്നെ ഇനി ഈ പാപം ചെയ്യുകയില്ല എന്ന് ഉറച്ചൊരു തീരുമാനം നമ്മൾ എടുത്തില്ല എങ്കിൽ വീണ്ടും വീണ്ടും ആ പാപത്തിന്റെ വഴികളിലൂടെ സാത്താൻ നമ്മളെ വലിച്ചിഴയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കുമ്പസാരത്തിലും പാപങ്ങൾ ഓർത്തെടുത്ത് ഈശോയെ ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നതാണ് യഥാർത്ഥ പശ്ചാത്താപം. ഈ തീരുമാനം എടുത്ത് ആ പാപത്തിന്റെ വഴികളിൽ നിന്നും പൂർണ്ണമായി മാറി സഞ്ചരിക്കുവാനുള്ള ഒരു തീരുമാനമാണ് പശ്ചാത്താപം. ഈ പശ്ചാത്താപത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാല നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്ന: മക്കളെ, എൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. എൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുക, ഒപ്പം എൻ്റെ തിരുമുറിവുകളെ നിങ്ങൾ വിലയുള്ളതായി കാണണം. മക്കളെ, ഈശോയുടെ തിരുമുറിവുകളെ വിലയുള്ളതായി കാണുകയും ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുക. ഈശോ പറഞ്ഞു: നിങ്ങളെ രക്ഷിക്കുവാനായി ഞാൻ എൻ്റെ ശരീരം കീറി മുറിച്ചു. ആ മുറിവുകൾക്ക് വലിയൊരു വിലയുണ്ട്. നിങ്ങൾ എൻ്റെ മുറിവുകളെ ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നിരവധിയായ കൃപകൾ കൊണ്ട് നിങ്ങൾ നിറയ്ക്കപ്പെടും. അത് പിതാവായ ദൈവത്തിന്റെ കരുണയാണെന്ന് ഈശോ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈശോയുടെ 5 തിരുമുറിവുകൾ മാത്രമല്ല, ഈശോയുടെ ശരീരത്തിന്റെ മറ്റു പല തിരുമുറിവുകളും നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ ധ്യാനിക്കണം. ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ, യാത്ര ചെയ്യുമ്പോഴോ, വെറുതെ ഇരിക്കുമ്പോഴോ, സമയമുള്ളപ്പോൾ ഒക്കെ ഈശോയുടെ ചില മുറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈശോയുടെ കരങ്ങളിലെ മുറിവ്, ഈശോയുടെ ശിരസിലെ മുറിവ്, ഈശോയുടെ കാൽപാദത്തിലെ മുറിവ്, ഈശോയുടെ വിലാവിലെ മുറിവ്, ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോൾ ഈശോയെ കൊണ്ടായ ശരീരത്തിലെ മുറിവ്, ഈശോയുടെ താടിയും മുടിയൊക്കെ വലിച്ചു പറിച്ചപ്പോൾ ഉണ്ടായ മുറിവ്, ഈശോയുടെ ശരീരം മുഴുവനും മുറിക്കപ്പെട്ടു. ഓരോ മുറിവുകളും നമ്മൾ ഇടയ്ക്കൊക്കെ ധ്യാനിക്കണം. അതോടൊപ്പം തന്നെ ഈശോയുടെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന മുറിവുകളുണ്ട്. ശരീരത്തിൽ കാണുന്ന മാത്രമല്ല, ഈശോ ഹൃദയത്തിൽ മനസ്സിൽ സഹിച്ച വേദനകൾ, ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന, ഇത്രയും ജനങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ നഗ്നനാക്കിയപ്പോൾ ഉണ്ടായ ആ വലിയ വേദന, തന്റെ അമ്മയുടെ മുൻപിൽ വെച്ച് ചാട്ടവാർ അടിയേറ്റ് തളർന്നു വീണപ്പോൾ, കുരിശിൽ വഹിച്ചുകൊണ്ട് പോയപ്പോൾ ഈശോയ്ക്കുണ്ടായ വേദന, കൂടെ ഇത്രയും നാളും ചേർത്ത് പിടിച്ച് സ്നേഹിച്ച മക്കൾ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയപ്പോൾ ഈശോ വേദനിച്ച വേദന, അതവന്റെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന പാടുവീടുകളാ. ഈശോയുടെ ശരീരത്തിൽ കാണുന്ന തിരുമുറിവുകൾ പോലെ തന്നെ വിലയുള്ളതാണ് ഈശോയുടെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന തിരുമുറിവുകളും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ ശരീരത്തിൽ മാത്രമല്ല സഹിച്ചത്, അവൻ മനസ്സിലും ആത്മാവിലും ഹൃദയത്തിലും സഹിച്ചാണ് മരിച്ചത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഈശോയുടെ തിരുമുറിവുകളെ ബോധപൂർവം ധ്യാനിക്കണമെന്ന് ഈശോ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കരങ്ങളിൽ ഈശോയുടെ ക്രൂശിത രൂപം നമ്മൾ കരുതണം. നമ്മൾ ഈശോയുടെ ക്രൂശിത രൂപം ഭവ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മൾ കൊണ്ടു നടക്കണം. കാരണം ഈശോ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളും ഈശോ എനിക്ക് വേണ്ടി സഹിച്ച ആ വേദനകള് ഈ ക്രൂശിത രൂപം നമ്മെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ സ്നേഹത്തോടെ ഈശോയുടെ മുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് അവന്റെ ക്രൂശിത രൂപത്തിൽ അവന്റെ മുറിവുകളിൽ നമ്മൾ ചുംബിക്കണം. അവന്റെ ഓരോ മുറിവുകളെയും സ്നേഹത്തോടെ നമ്മൾ ചുംബിക്കുമ്പോൾ ഈശോ അതിയായി സന്തോഷിക്കുന്നു, അവന് വലിയ ആശ്വാസം ലഭിക്കുന്നു, പിതാവായ ദൈവം ആനന്ദിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് പ്രത്യേക കൃപകളും വരങ്ങളും നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നു. കാരണം അവന്റെ തിരുമുറിവുകളുടെ അനന്തമായ യോഗ്യത നമ്മൾ ബോധപൂർവം ഏറ്റെടുത്ത് അവന്റെ മുറിവുകളെ സ്നേഹത്തോടെ ചുംബിക്കുമ്പോൾ ഈശോയ്ക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നുവെന്ന് ഇന്ന് കർത്താവ് നമുക്ക് ബോധ്യം നൽകുകയാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ,
ഈശോയുടെ തിരുമുറിവുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് പശ്ചാത്താപത്തോടു കൂടിയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തും പ്രലോഭനവുമായി കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ അതിജീവിച്ച് സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയിലൂടെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശ്രമിക്കുകയും ചെയ്യാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.